നമസ്കാരം എല്ലാവർക്കും, വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാറോ. ഓക്കെ, ഇവിടെ നമ്മുടെ ഒരു കുഞ്ഞി കാണാൻ ഇവിടെ ഇരിക്കേണ്ടതെന്ന് വിഷുവിൻ്റെ പ്രമാണിച്ച് ഞാൻ വെച്ച് ഇന്നെങ്കിലും വെച്ചേക്കാന്ന് ഇന്നലെ മറന്നുപോയി. ഓക്കെ, സോ ലെറ്റ്സ് സി. ഇന്നിപ്പോൾ ചെയ്യാൻ പോകുന്നത് റിലേഷൻഷിപ്പ് റീഡിങ് എടുക്കുന്നുണ്ട്. സോറി, മെമ്പർഷിപ്പിലേക്ക് എനിക്ക് ഇടാനേ പറ്റുന്നില്ല, ഒട്ടും സമയം കിട്ടുന്നില്ല, എല്ലാം കൂടി ശരിയാവുന്നില്ല. മറ്റേ സെൽഫ് ലവ് ക്ലാസ്സൊക്കെ നടക്കുന്നതുകൊണ്ടാണ് കുറച്ച് തിരക്ക്. നോക്കട്ടെ, ഞാൻ ചെയ്യാം. ഓക്കെ, സോറി. എന്തെങ്കിലും നിങ്ങൾക്ക് കൊണ്ടുവരണമെന്നുണ്ടായിരുന്നു. ഓക്കെ, എന്തായാലും ഇവിടെ ഇപ്പോൾ റിലേഷൻഷിപ്പ് റീഡിംഗ് ഒന്ന് എടുക്കാൻ പോകുന്നത്. ജസ്റ്റ് നമുക്കിന്ന് ജസ്റ്റ് നോക്കാം നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് എന്താണ് റീഡിംഗ് വരുന്നത് നമുക്ക് നോക്കാം. ഡീറ്റെയിൽ ആയിട്ടൊന്ന് അറിയാൻ ശ്രമിക്കാം നമുക്ക്. ഓക്കെ, നിങ്ങളുടെ പേഴ്സണ് ഈ ബന്ധത്തിൽ എന്താണ് വേണ്ടത് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, അവർക്ക് ഈ ബന്ധത്തിൽ എന്താണ് ആഗ്രഹം? ലെറ്റ്സ് സീ. ഓക്കെ, ഫോർ ഓഫ് സോർഡ്സ്, ജഡ്ജ്മെന്റ്, എംപ്രസ്, സിക്സ് ഓഫ് സോർഡ്സ്, ടു ഓഫ് കപ്സ്. ബ്യൂട്ടിഫുൾ ചാരിയറ്റ് കാർഡ്. ഓവറോൾ എനർജി ചാരിയറ്റ് ഉണ്ട് ഇവിടെ. ഓക്കെ, സോ ഇവിടെ എനിക്ക് കാണുന്നത് നിങ്ങൾ തമ്മിലൊരു ചെറിയ സെപ്പറേഷൻ്റെ എനർജി ഉണ്ട്. മേ ബി നിങ്ങൾ തമ്മിൽ കോൺടാക്ട് ഉണ്ടാവില്ല. ചിലപ്പോൾ ഹെൽത്ത് വൈസ് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാവാം. നിങ്ങളുടെ പേഴ്സണെ കുറച്ച് പേർക്ക് എന്തോ പെട്ടെന്ന് മനസ്സിലങ്ങനെ തോന്നി, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ കുറച്ച് ഡിപ്രഷനിലിരിക്കുന്ന പോലെ, സ്ട്രെസ്സിലിരിക്കുന്ന പോലെ, നിങ്ങളുടെ അടുത്തൊന്ന് മാറി നിൽക്കുന്ന ഒരു എനർജിയാണ് എനിക്ക് കാണുന്നത്. എൻ്റെ ഇവിടെ അതിന് കാരണമുണ്ട്. ജഡ്ജ്മെൻ്റ് ഉണ്ട് ഇവിടെ. ജഡ്ജ്മെൻ്റ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ പേഴ്സൺ അവർ ചെയ്ത കാര്യങ്ങളെക്കുറിച്ച്, അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധത്തിനെ കുറിച്ചായാലും അവരുടെ ലൈഫിനെ കുറിച്ചായാലും ചില കാര്യങ്ങൾ ഒന്ന് ചിന്തിക്കുന്ന ഒരു സമയമാണ്. യൂണിവേഴ്സ് അവരെ കൊണ്ടിപ്പോൾ ചിന്തിപ്പിക്കുന്നുണ്ട്. എന്താണ് ചെയ്തതിൽ ശരി, എന്താണ് തെറ്റെന്താണ്, അല്ലെങ്കിൽ അങ്ങനെ പല കാര്യങ്ങളും അവരൊന്ന് ഒരു റിയലൈസ് ചെയ്യുന്ന ഒരു സമയമായിട്ടാണ് എനിക്ക് കാണുന്നത്. സോ അഗൈൻ ഇന്നലെ ഐ തിങ്ക് കർമ്മട വന്നിട്ടുണ്ടായിരുന്നു. സോ മേ ബി അതിൻ്റെ റിലേറ്റഡ് ആയിരിക്കാം. സോ ഇവിടെ കാണുന്നത് നിങ്ങളുടെ പേഴ്സൺ ഒരല്പം അകന്ന് നിൽക്കുന്നുണ്ടാവും നിങ്ങളുടെ അടുത്ത് നിന്ന്. അത് അവർക്ക് ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ എന്താ പറയുക, സസ്പെൻസ് ബ്രേക്ക് ചെയ്യുന്നില്ല എന്ന് ബട്ട് എന്നാലും ഓക്കെ, ഇവിടെ ടു ഓഫ് കപ്സ് എനർജിയാണ്. സോ നിങ്ങളോടുള്ള ഫീലിങ്ങിനെ കുറിച്ചുള്ള പ്രശ്നമല്ല ഇവിടെ. ഓക്കെ, അവർക്ക് നിങ്ങളോടുള്ള സ്നേഹം, ഇഷ്ടം, ഫീലിംഗ്, എന്ത് തന്നെ നിങ്ങൾ പേര് കൊടുക്കുകയാണെങ്കിലും ശരി, അത് അവരുടെ ഉള്ളിൽ അത്രയും സ്ട്രോങ് ആയിട്ടുണ്ട്. സോൾമേറ്റ് കാർഡാണ്, ടു ഓഫ് കപ്സിൻ്റെ എനർജിയാണ്, സോൾമേറ്റ് കാർഡാണ് ഇവിടെ വന്നിട്ടുള്ളത്. സോ തീർച്ചയായിട്ടും അവർ നിങ്ങളുടെ അവരുടെ മനസ്സിൽ നിങ്ങൾക്കാണ് സ്ഥാനം. ഓക്കെ, ഒരു ഡൗട്ടും ഇല്ല. ബട്ട് ഇപ്പോൾ മേ ബി സാഹചര്യം അനുസരിച്ച് അവർ നിങ്ങളോട് ചില തെറ്റുകൾ ചെയ്ത് കാണാം, ചില കാര്യങ്ങൾ സംഭവിച്ചു കാണാം. സോ അതിൻ്റെ ഒരു റിയലൈസേഷൻ ഇപ്പോൾ അവർക്ക് വരുന്നുണ്ട്. ആക്ച്വലി ഇങ്ങനെ മാറിയിരിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളോട് അകന്നിരിക്കുന്നുണ്ടെങ്കിൽ അവരുടെ ഉള്ളിൽ ആ ഒരു നമ്മൾ പറയില്ലേ, എന്തായാലും പറയാം, കുറേ അവർ ആലോചിച്ച് മനസ്സിലാക്കാനൊക്കെ ഉള്ളൊരു ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാനിവിടെ എംപ്രസ് ഉണ്ട്. നിങ്ങളെ കാണുന്നത് ആക്ച്വലി ഒരു എംപ്രസ് എന്ന ലെവലിലാണ്. എംപ്രസ് എന്ന് പറയുമ്പോൾ ലേഡീസ് ആവണമെന്നില്ല, ജെൻസ് ആൻഡ് ലേഡീസ് നിങ്ങൾ അങ്ങോട്ട് മാറ്റിയെടുക്കൂ. നിങ്ങളെ കാണുന്നത് അതായത് നിങ്ങളൊരു മാരേജിൻ്റെ എനർജി, അതായത് നിങ്ങൾ തമ്മിൽ ഒരു മാരേജ് കഴിക്കാൻ പറ്റും എന്ന രീതിയിൽ ഉള്ള ഒരു ചിന്തയുണ്ട്. നിങ്ങൾ ഓൾറെഡി ചിലപ്പോൾ മാരീഡ് ആയിരിക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങളെ ഹസ്ബൻഡ് ഓർ വൈഫായിട്ട് തന്നെയാണ് അവർക്ക്, വൈഫായിട്ടോ ആ ഒരു എനർജിയിലാണ് അവർക്ക്, പാർട്ട്ണർ എന്ന രീതിയിൽ എടുക്കും. ഓക്കെ, ആൻഡ് ഇവിടെ സിക്സ് ഓഫ് സോർഡ്സ് ഉണ്ട്. ഓക്കെ, അവരാഗ്രഹിക്കുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ മുന്നോട്ട് സ്മൂത്തായിട്ട് കൊണ്ടുപോകണം എന്നാണ്. ഓക്കെ, അവർ ശരിക്കും നിങ്ങൾക്ക് ഒരുപാട് റെസ്പെക്റ്റ് തരുന്നുണ്ട്. നിങ്ങൾ അവരെ അങ്ങോട്ട് ഒരുപാട് കെയർ ചെയ്തിട്ടുണ്ട്, അവരെ ഒരുപാട് പ്രൊട്ടക്ട് ചെയ്തിട്ടുണ്ട്, എല്ലാ തരത്തിലും നിങ്ങൾ അവരെ സപ്പോർട്ട് ചെയ്ത് കാണാം. സോ അതെല്ലാം അവർക്ക് ഇപ്പോൾ ഓർത്തെടുക്കുന്ന ഒരു കാര്യമാണ് കാണുന്നത്. ആൻഡ് അവർക്ക് ഈ റിലേഷൻഷിപ്പിൽ നിങ്ങൾ എന്തെങ്കിലും പ്രോബ്ലംസ് വന്നിട്ടുണ്ടെങ്കിൽ, അകൽച്ച ഉണ്ടെങ്കിൽ തന്നെ ഓക്കെ, അകൽച്ചയെല്ലാം മാറ്റിയിട്ട് നമ്മൾ മുന്നോട്ട് സ്മൂത്തായിട്ട് പോകണം എന്നാണ് ചിന്തിക്കുന്നത്. ഒരു തീരുമാനം എടുക്കാൻ ശ്രമിക്കുന്നതായിട്ട് എനിക്ക് കാണുന്നുണ്ട്. ഇവിടെ ചോയ്സിൻ്റെ ഒരു എനർജി ഉണ്ട്. മേ ബി ഒരു ഡിസിഷൻ സമയമായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നു. അവർക്ക് ഈ റിലേഷൻഷിപ്പിൽ എന്താണ് വേണ്ടത്, അല്ലെങ്കിൽ റിലേഷൻഷിപ്പിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ എന്താ ചെയ്യേണ്ടത് എന്നൊക്കെ ഒരു ചിന്തയാണ്. മേ ബി ചോയ്സ് ഉണ്ടാവാം. ഓക്കെ, രണ്ട് ഭാഗത്തേക്കുള്ള ഒരു ചോയ്സിൻ്റെ ഒരു എനർജി ഉണ്ട് ഇവിടെ. സോ മേ ബി അവർ ഏത് വഴി വേണം, അതായത് വേറെ ആരെങ്കിലും അവരുടെ ലൈഫിൽ ഉണ്ടെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ നിങ്ങളെങ്ങനെ ചൂസ് ചെയ്യാം എന്നൊരു ചിന്ത. ഓക്കെ, വേറെ എന്താണ് അവർക്ക് വേണ്ടത് ഈ റിലേഷൻഷിപ്പിൽ? അഗൈൻ ടു ഓഫ് പെന്റിക്കിൾസ്. ഓക്കെ, ക്വീൻ ഓഫ് വാൻഡ്സ്, നൈൻ ഓഫ് കപ്സ്, പേജ് ഓഫ് വാൻഡ്സ്, എംപറർ. ഓക്കെ, ഇവിടെ കുറച്ച് പേർക്ക് നിങ്ങളുടെ പേഴ്സൺ മാരീഡ് എനർജി എനിക്ക് വന്നിട്ടുണ്ട്. കുറച്ച് പേർക്ക് വേറൊരു തേർഡ് പാർട്ടി ഉണ്ടാവാം. ഓക്കെ, തേർഡ് പാർട്ടി ആരുമാവാം. അഗൈൻ ഇവിടെ ഞാൻ അങ്ങനെ സ്പെസിഫിക് ആയിട്ട് പറയുന്നില്ല, എന്തുമാവാം. ഒരു തേർഡ് പാർട്ടി എനർജി ഉണ്ട് എന്നുള്ള എടുക്കാം. സോ അതൊരു കൂടെ ജോലി ചെയ്യുന്ന ആരെങ്കിലും ആവാം, ഒരു ഫ്രണ്ട് ആവാം, അല്ലെങ്കിൽ സിസ്റ്ററോ ഫാമിലി മെമ്പർ ആരെങ്കിലും ആവാം.
അല്ലെങ്കിൽ വേറെ റിലേഷൻഷിപ്പ് എന്ന രീതിക്ക് നമുക്ക് എടുക്കാം. ഓക്കെ, അവർക്ക് പാസ്റ്റിലെ ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കാം, ഇപ്പോൾ ഉള്ള റിലേഷൻഷിപ്പ് ആയിരിക്കാം. സോ എവിടെയോ ഒരു ജഗ്ലിങ്ങിൻ്റെ എനർജി വരുന്നത്. ഓക്കെ, കുറച്ച് പേർക്ക് മാരീഡ് ആണ് എന്ന രീതിക്ക് കാണുന്നുണ്ട്. സോ 2 തരത്തിലും എടുക്കാം. സോ കാരണം ഇവിടെ എംപറർ എംപ്രസ് വന്നിട്ടുണ്ട്. സോ യെസ്, ഒരു മാരീഡ് എനർജി വരുന്നുണ്ട്. നിങ്ങൾ മാരീഡ് ആയിരിക്കാം, അവരും മാരീഡ് ആയിരിക്കാം. ഓക്കെ, ഓൾറെഡി ചിലപ്പോൾ നിങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആയിരിക്കാം, അതിനെക്കുറിച്ച് ഞാൻ പറയാം. ഓക്കെ, അല്ലെങ്കിൽ അവർ വേറെ ആരെങ്കിലും അവരുടെ ലൈഫിൽ ഉണ്ടാവാം. ഒരു തേർഡ് പാർട്ടി എനർജി വളരെ സ്ട്രോങ് ആയിട്ട് വരുന്നുണ്ട്. 2 ഓഫ് പെൻറ്റിക്കിൾസ് ഉണ്ട്. സോ ജഗ്ലിങ്ങിൻ്റെ എനർജിയാണ്. ഓക്കെ, അതായത് 2 സിറ്റുവേഷൻ അവർ മാനേജ് ചെയ്യാൻ ശ്രമിക്കുന്ന പോലെയാണ്. അത് നേരത്തെ ഞാൻ ചാരിറ്റിലും പറഞ്ഞു. സോ 2 സിറ്റുവേഷൻ അവരുടെ ലൈഫിലുണ്ട്. സോ അതിൽ ഏത് വേണം, അല്ലെങ്കിൽ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം 2 കാര്യങ്ങളും എന്ന രീതിക്കുള്ള ഒരു ചിന്തയാണ്, കൺഫ്യൂഷനാണ്. കുറച്ച് ഈഗോ ഉണ്ട് നിങ്ങളുടെ പേഴ്സണിന്. ഓക്കെ, തീർച്ചയായിട്ടും ഈഗോയിൽ ഇരിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് കൂടി പറയാം. പക്ഷേ എവിടെയോ അവർക്ക് ശരിക്കും അവരുടെ ലൈഫിൽ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നത് നിങ്ങളിൽ നിന്നാണ്. ഓക്കെ, നിങ്ങളാണ് അവരുടെ ലൈഫിലൊരു ഇതൊരു ടോക്സിക് റിലേഷൻഷിപ്പിൽ അവരുണ്ടാവാം. ഓക്കെ, ടോക്സിക് റിലേഷൻഷിപ്പ് അതിപ്പോൾ ഫ്രണ്ടും ആവാം, എന്തും ആവാം. ഓക്കെ, ഈവൻ വർക്ക് പ്ലേസിലുള്ള ടോക്സിക് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കാം. സോ ഇവിടെ 9 ഓഫ് കപ്സ് കാണുന്നത് നിങ്ങളോടുള്ള ഒരു ഇഷ്ടം. ഓക്കെ, ആ ഒരു വിഷ് എന്ന് പറയുകയാണെങ്കിൽ ഓക്കെ, അവർ ശരിക്കും അത് നിങ്ങൾ തന്നെയാണ് അവരുടെ ലൈഫിൽ. ആൻഡ് പേജ് ഓഫ് വോൺസ് ഉണ്ട്. സോ നിങ്ങളുമായിട്ട് മുന്നോട്ട് റിലേഷൻഷിപ്പ് വേണം, പാഷൻ വേണം, അല്ലെങ്കിൽ ഒരു പുതിയ തുടക്കം വേണം എന്നൊക്കെ അവർ ചിന്തിക്കുന്നുണ്ട്. ബട്ട് ഇവിടെ അഗൈൻ ഞാൻ പറഞ്ഞ പോലെ ഒരു തേർഡ് പാർട്ടിയുടെ ഇൻഫ്ലുവൻസ് ആണ് ഇവിടെ മെയിൻ പ്രശ്നം. സോ അതുകൊണ്ടാണ് ഇപ്പോൾ നിങ്ങളുടെ അടുത്ത് മാറി നിൽക്കുന്നുണ്ടെങ്കിൽ തന്നെ എവിടെയോ ചിന്തിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. എൻ്റെ ഇവിടെ ജഗ്ലിംഗ് കാണുന്നുണ്ട്. സോ അവർ എല്ലാ സിറ്റുവേഷൻസും കൂടി ഒന്ന് മാനേജ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. എല്ലാം കൂടെ എങ്ങനെ മാനേജ് ചെയ്ത് കൊണ്ടുപോകും എന്ന രീതിക്ക്. കാരണം അവിടെ ഒരു ഡെത്തിൻ്റെ എനർജി ഉണ്ട്, ട്രാൻസ്ഫോർമേഷൻ്റെ എനർജി ഉണ്ട്. ഡെത്ത് ആൻഡ് ഹെർമിറ്റ് ആണ്. നിങ്ങൾ തമ്മിലൊരു എൻഡിങ് വന്നിട്ടുണ്ടെങ്കിൽ തന്നെ ഇപ്പോൾ അവർ തനിച്ചിരിക്കുന്ന ഒരു എനർജിയാണ്. തനിച്ച് എന്ന് പറയുമ്പോൾ അവരെല്ലാത്തിൽ നിന്നൊന്ന് മാറിയിട്ട് അവനവൻ്റെ ഉള്ളിലേക്ക് നോക്കുകയാണ്. ഓക്കെ, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞു. ഇവിടെയും അത് തന്നെയാണ് ആ എനർജി വന്നത്. അവർ അവനവൻ്റെ ഉള്ളിലേക്ക് നോക്കുന്നുണ്ട്. ഞാൻ ചെയ്ത തെറ്റുകൾ, ശരികൾ, ഓക്കെ, റിലേഷൻഷിപ്പിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ ശ്രമിക്കുക. നിങ്ങൾ അവരോട് എങ്ങനെയാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ ശ്രമിക്കുക. തേർഡ് പാർട്ടി ഉണ്ടെങ്കിൽ അങ്ങനെ എല്ലാം ഒരു റിയലൈസേഷൻ്റെ സമയമാണ്, ഒരു മാറ്റത്തിൻ്റെ ട്രാൻസ്ഫോർമേഷൻ്റെ ടൈമായിട്ട് എനിക്ക് കാണുന്നുണ്ട്. അവർക്ക് എവിടെ ഒരു പ്രതീക്ഷയുണ്ട് ശരിക്കും. ഓക്കെ, അവർ ഉള്ളിലേക്ക് നോക്കുമ്പോൾ അവർക്ക് അറിയാം നിങ്ങളാണ് അവരുടെ ലൈഫിൽ ശരിക്കും ഒരു സന്തോഷം കൊണ്ടുവരുന്നത് എന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. ഈ തേർഡ് പാർട്ടി എനർജി എനിക്കൊരു കുറച്ച് ടോക്സിക് ആയിട്ടുള്ളതാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ലെറ്റ്സ് സീ. ഓക്കെ, അവരുടെ ഭാഗത്ത് നമുക്ക് ഒരു ആക്ഷൻ എന്തായിരിക്കും എന്നുള്ളത് നോക്കാം. ഇതിപ്പോൾ വരുന്ന 1 വീക്കിൻ്റെ എടുക്കാം. ഓക്കെ, കൂടുതൽ നിൽക്കുന്നില്ല. ഒരു 1 വീക്കിൽ നെക്സ്റ്റ് 7 days ഓക്കെ പേഴ്സൻ്റെ ഒരു ആക്ഷൻ എന്തായിരിക്കും നോക്കുന്നു. ഡെവിൽ എനർജി, 9 of Pentacles, Knight of Swords, Ace of Pentacles. Okay, 1 week energy ആണ്. 3 of Pentacles. Okay, ജസ്റ്റിസ് കാർഡ് ഉണ്ട് ഇവിടെ ബോട്ടം. സോ യെസ്, ഓക്കെ, ഒരു പോസിറ്റീവ് സൈൻ എന്ന് പറയാൻ ഇവിടെ എനിക്കുള്ളത് നെക്സ്റ്റ് 1 വീക്കിൽ, ഒരാഴ്ചയിൽ എനിക്ക് കാണുന്നത് എന്താണെന്ന് വെച്ചാൽ അവർ ആദ്യം കുറച്ച് അവരുടെ ഭാഗത്തു നിന്ന് ഒരു ഹോൾഡ് ബാക്ക് എനിക്ക് കാണുന്നുണ്ട്. ഓക്കെ, അവർ ഇപ്പോൾ കാരണം ആ ടോക്സിക് സിറ്റുവേഷൻ അവർക്ക് പുറത്ത് വരാൻ ലേശം ബുദ്ധിമുട്ടാണ്. ഓക്കെ, അവരെ തടയുന്ന ഒരു കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞു. ഫാമിലി ആവാം, ഈവൻ പാരൻസും ആവാം. ഞാൻ പറയാൻ വിട്ടുപോയി. പാരൻസ് ആവാം, നിങ്ങളുടെ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വ്യക്തികൾ, ഇടയിൽ ഫ്രണ്ട്സോ ആരെങ്കിലുമൊക്കെ നമ്മൾ പറയില്ല, ചിലപ്പോൾ വെറുതെ നിങ്ങളുടെ ബന്ധം തകർക്കാൻ ശ്രമിക്കുന്ന തരത്തിൽ ആരെങ്കിലും ഉണ്ടാവാം. സോ ഒരു ഡെവിൾ എനർജി ഇവിടെ ഉണ്ട്. ആ ഒരു ടോക്സിക് ആയിട്ടുള്ള ഒരു ഇതിൽ നിന്ന് അവർക്ക് പുറത്ത് വരാൻ ഒരല്പം ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ കുറച്ചൊന്ന് മാറി നിൽക്കുന്ന ഒരു എനർജിയാണ് എനിക്ക് വരുന്ന. ആദ്യം 9 of Pentacles വരുമ്പോൾ ഒരു തനിച്ച് എന്ന രീതിക്ക് തന്നെയാണ്, ഒരു ഇൻഡിപെൻഡൻറ്റ് എനർജി എന്ന് വിളിക്കാം നമുക്ക്. അപ്പോൾ ഒരല്പം ഡിസ്റ്റൻസ് ഉണ്ടാവും. ഓക്കെ, പെട്ടെന്ന് അങ്ങനെ ഒരു നിങ്ങളോട് സംസാരിച്ചു എന്ന് വരില്ല. ഒരു 1 വീക്കിൻ്റെ നമ്മൾ നോക്കുമ്പോൾ പക്ഷെ അവരുടെ ഭാഗത്ത് നിന്ന് അഗൈൻ ഒരു ആക്ഷൻ എനിക്ക് കാണുന്നുണ്ട്. ഓക്കെ, നമ്മൾ പറയില്ലേ, ചിലപ്പോൾ താങ്ങാൻ പറ്റാതെ വരുമ്പോൾ, അല്ലെങ്കിൽ ചിലപ്പോൾ ജസ്റ്റ് ഒരു എന്തായാലും പറയുക, പെട്ടെന്നൊരു തോന്നല്. ഓക്കെ, പെട്ടെന്നൊരു ഇത് തോന്നിയിട്ട് ചിലപ്പോൾ ഒരു മെസ്സേജ് വല്ലതും വന്നേക്കാം. ഓക്കെ, പക്ഷെ അത് നിലനിൽക്കില്ല. അതൊരു കാര്യം നിങ്ങൾ ഓർക്കണം. പ്രത്യേകിച്ച് ഇത് ഒരു ലേശം ഇൻ ആൻഡ് ഔട്ട് എനർജിയാണ്. സോ അങ്ങനെ പെട്ടെന്ന് അവർ വന്നാലും വീണ്ടും അകന്നു പോകാനുള്ള ഒരു സാധ്യത കൂടിയുണ്ട്. ഓക്കെ, പക്ഷെ അവരുടെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ അവർ വരുന്നത് കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ട് വീണ്ടും റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാനുള്ള ഒരു ആഗ്രഹവുമായിട്ടാണ് വരുന്നത്. ഓക്കെ, Ace of Pentacles ഉണ്ട്, 3 of Pentacles ഉണ്ട്. സോ അവർ അങ്ങനെ ഒരു മെസ്സേജ് അവരുടെ ഭാഗത്ത് നിന്ന് വന്നാൽ നിങ്ങൾ മനസ്സിലാക്കി, നിങ്ങൾ ഓക്കെ, അത് ഞാൻ പറയാം, നിങ്ങൾക്കുള്ള അഡ്വൈസ് ഞാൻ പറയാം. അവർ വരുന്നത് നിങ്ങളോട് ന്യായം ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ്. ഓക്കെ, ആൻഡ് ഇവിടെ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് അവർക്ക് വിട്ട് കളയാൻ പറ്റില്ല. സോ അത് വീണ്ടും ഒന്ന് റീബിൽഡ് ചെയ്യാനുള്ള ഒരു ആഗ്രഹത്തിൽ അവർ വരുന്നുണ്ട്. ഓക്കെ, അറ്റ്ലീസ്റ്റ് കുറച്ചുകൂടെ നിങ്ങൾ തമ്മിൽ വീണ്ടും അടുക്കാൻ ഒരു ശ്രമമായിട്ടാണ് അവർ വരുന്നത്. ഓക്കെ, പക്ഷേ
ഈ എനർജി ഞാൻ പറഞ്ഞ പോലെ ഓക്കെ, ഇപ്പുറത്തുള്ള ആ ടോക്സിക് എനർജി അപ്പോഴും നിലനിൽക്കുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഈ നിങ്ങളോട് പെട്ടെന്നൊരു ഇത് തോന്നിയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വന്നാലും ഒരു മെസ്സേജ് ഇട്ട് വന്നു എന്ന് വിചാരിക്കും. ഓക്കെ, ആ സമയത്ത് നിങ്ങൾ എങ്ങനെ നിൽക്കുന്നു എന്നുള്ളത് വളരെയധികം ഇവിടെ മാറ്ററാണ്. ഓക്കെ, ഞാൻ പറയുന്നത് വളരെ ക്ലിയർ ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക. സോ പേഴ്സൻ്റെ ഭാഗത്തു നിന്ന് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഒരു മെസ്സേജ് വന്നാൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഓക്കെ, അവരോട് ലൈക്ക് അപ്പം നിങ്ങൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഓക്കെ, അവരിങ്ങോട്ട് മെസ്സേജ് ഇട്ട ഉടനെ നിങ്ങൾ ഒരുപാട് അങ്ങോട്ട് അറ്റാച്ച്ഡ് ആവും അല്ലേ. പെട്ടെന്ന് നിങ്ങൾ ആ ഒരു അവർ ഒരു സെൻറ്റൻസ് പറഞ്ഞാൽ നിങ്ങൾ 10 സെൻറ്റൻസ് പറയുന്നുള്ള രീതിയിൽ നിങ്ങൾ അത്രയ്ക്ക് പെട്ടെന്ന്. ബട്ട് നിങ്ങളോട് ഇപ്പോൾ ഒരു അഡ്വൈസ് ഇവിടെ എനിക്കുള്ളത് ആയിട്ടെടുക്കാം. ഓക്കെ, അവർ വന്ന് സംസാരിച്ചാൽ അതിനനുസരിച്ച് നിങ്ങൾ കുറച്ചൊന്ന് കൺട്രോൾ ചെയ്ത് നിങ്ങൾ നിൽക്കാൻ ശ്രമിക്കാം. ഓക്കെ, അങ്ങനെ ചെയ്താൽ ഇത് മുന്നോട്ട് വളരാനുള്ള ഒരു സാധ്യതയുണ്ട്. നിങ്ങൾ സ്ലോലി ബിൽഡ് ചെയ്യാൻ ശ്രമിക്കാം. നിങ്ങൾ എടുത്തുചാട്ടം എന്നല്ല, വേറെന്തൊരു വാക്കായിരുന്നു ഞാൻ ആലോചിക്കുന്നതാണ്. എനിവേ, സോ നിങ്ങളൊന്ന് ലേശം സൂക്ഷിച്ച് നിൽക്കാം. ഓക്കെ, അവർ മെസ്സേജ് വന്നാൽ നിങ്ങൾ പെട്ടെന്ന് അങ്ങോട്ട് ഓവർ അറ്റാച്ച്ഡ് ആവാതെ ഓവർ എക്സ്പെക്ടേഷൻ വെക്കാൻ തുടങ്ങാതിരിക്കുക. കാരണം ഈ എനർജി ഒന്ന് നിലനിൽക്കണമെങ്കിൽ ഓക്കെ, നിങ്ങൾ മാറണം. ഓക്കെ, നിങ്ങൾ കുറച്ചുകൂടി പ്രാക്ടിക്കൽ ആവണം എന്നുള്ളതാണ്. നിങ്ങൾ ഇമോഷണലായിട്ട് ഡീൽ ചെയ്ത് കഴിഞ്ഞാൽ അവർ വീണ്ടും തിരിച്ച് മാറിപ്പോവും. സോ ബി വെരി കെയർഫുൾ. ഓക്കെ, ഇത് പെട്ടെന്ന് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ, നിങ്ങൾക്കുള്ള അഡ്വൈസ് കൂടി ഞാൻ കാർഡ്സ് എടുത്തേക്കാം. ക്വീൻ ഓഫ് സോർഡ്സ്, 8 ഓഫ് പെൻറ്റിക്കിൾസ്, നൈറ്റ് ഓഫ് കപ്സ്, 7 ഓഫ് സോർഡ്സ്. ഓക്കെ, നിങ്ങളോട് ഒരു കാര്യം ഇവിടെ 3 ഓഫ് കപ്സ് ആണത് ബോട്ടം. 3 ഓഫ് കപ്സ് ഇവിടെ ഉണ്ട്. ഓക്കെ, സോ ഇവിടെ എനിക്ക് കാണുന്നത് ഓക്കെ 3 ഓഫ് കപ്സ് സെലിബ്രേഷൻ്റെ കാർഡാണ്. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളത് സംസാരിച്ച് വന്നാൽ നിങ്ങളോട് പറയുന്നത് ക്വീൻ ഓഫ് സോർഡ്സ് എനർജിയിൽ നിൽക്കാം. അതായത് ക്വീൻ ആയാലും കിങ് ആയാലും നിങ്ങൾ ജെൻസ് ആയാലും ഓക്കെ, നിങ്ങളോട് പറയുന്നത് നിങ്ങൾ പെട്ടെന്ന് അങ്ങോട്ട് ഓവറായിട്ട് ഇമോഷണലി അറ്റാച്ച്ഡ് ആവാതിരിക്കുക. നിങ്ങൾ വളരെ പ്രാക്ടിക്കലായിട്ട് കാര്യങ്ങളെ മെയിൻറ്റെയിൻ ചെയ്യുക. അവർ മെസ്സേജ് ചെയ്താൽ നിങ്ങൾക്ക് റിപ്ലൈ കൊടുക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് മെസ്സേജ് കൊടുക്കാൻ ശ്രമിക്കുക. ഓവറായിട്ട് അങ്ങോട്ട് അറ്റാച്ച്ഡ് ആവാതിരിക്കുക, ക്വസ്റ്റ്യൻ ചോദിക്കാതിരിക്കുക, കംപ്ലയിൻറ്റ്സ് പറയാതിരിക്കുക. ഓക്കെ, ജസ്റ്റ് സ്ലോലി നിങ്ങൾ ഓക്കെ നിങ്ങളുടെ പടിപടിയായിട്ട് നമുക്കിതിനെ ഡെവലപ്പ് ചെയ്യാം എന്ന രീതിയിൽ നിങ്ങൾ വളരെയധികം ക്ഷമയോടെ കാര്യങ്ങളെ ഹാൻഡിൽ ചെയ്യുക. അവർ വരുന്നത് യെസ് അവർക്ക് ജെന്യുവനായിട്ട് നിങ്ങളോട് സ്നേഹമുള്ളത് കൊണ്ട് തന്നെയാണ്. പക്ഷേ അഗൈൻ ഇവിടെ ഒളിച്ചോടാനുള്ള ഒരു ടെൻഡൻസി അവർക്ക് ഉണ്ടാവും. സോ ബി വെരി കെയർഫുൾ. ഓക്കെ, നിങ്ങൾ ഇതിനെ സൂക്ഷിച്ച് നിന്നില്ലെങ്കിൽ നിങ്ങൾക്കായിരിക്കും ലോസ്. അത് ഓർത്ത് വയ്ക്കാം. ഞാനത് കുറേ തവണ ഞാനത് പറഞ്ഞിട്ടുണ്ട്, എങ്ങനെയാണ് ഇങ്ങനത്തെ സിറ്റുവേഷൻസ് ഹാൻഡിൽ ചെയ്യേണ്ടതെന്നൊക്കെ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. പഴയ വീഡിയോസൊക്കെ ഒന്നെടുത്ത് കണ്ടു നോക്കൂ. ഏതിലാന്ന് എനിക്ക് ഓർമ്മയില്ല. അവർ മെസ്സേജൊക്കെ വരുമ്പോൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നൊക്കെയുള്ളതൊക്കെ ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട്. സോ എനിവേ, നമുക്ക് കുറച്ച് ഗൈഡൻസ് കൂടെ എടുത്തിട്ടാം. നൊസ്റ്റാൾജിക്, ഹൈഡിങ് ലൈസ്, അസെൻഷൻ, ഫാദർ ഫിഗർ. ഓക്കെ, കുറച്ച് പേർക്ക് ഞാൻ പറഞ്ഞ പോലെ ഹെൽത്തി ചോയ്സസ്, വെരി ഗുഡ്. ഓക്കെ, ഇവിടെ ഞാൻ പറഞ്ഞ പോലെ കുറച്ച് പേർക്ക് നിങ്ങളുടെ ഇടയിൽ ഗോസിപ്പിൻ്റെ പ്രോബ്ലം ഒക്കെ ഉണ്ട്. സോ ആരെങ്കിലും നിങ്ങളുടെ ഇടയിൽ പ്രശ്നമൊക്കെ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ടാവാം. അതൊക്കെ ആയിരിക്കും ആ ടോക്സിക് എനർജി ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അതൊരു കാര്യമുണ്ട്. നോസ്റ്റാൾജി കാണുന്നുണ്ട്, നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നിങ്ങളെ വേണമെന്ന് തന്നെയാണ്, നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് അവർക്ക് വേണം, തിരിച്ച് വേണം, അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് ഒരുപാട് ചിന്തിക്കുന്നുണ്ട് എന്നാണ്. ബട്ട് ഇപ്പോഴും ഇവിടെ ഹൈഡിങ് ലൈസ് ഉണ്ട്. ഞാൻ 7 ഓഫ് സോർഡ്സും പറഞ്ഞു. സോ ചില കാര്യങ്ങൾ അവരിപ്പോഴും മറക്കുന്നത് എന്ന് വെച്ചാൽ അത് വേണം, ഒരു നുണകളല്ല. ഓക്കെ, നുണയല്ല, പക്ഷെ അവോയ്ഡിങ് ആണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അതായത് കാര്യങ്ങൾ ഫുള്ളായിട്ട് പറയാതിരിക്കുക. നിങ്ങൾ എന്തെങ്കിലും ക്വസ്റ്റ്യൻ ചോദിച്ചാൽ തന്നെ നേരെ ഒരു ഉത്തരം തരാതിരിക്കുക. സോ അതുകൊണ്ട് ഇവിടെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ക്വസ്റ്റ്യൻ ചോദിക്കാതിരിക്കുക, ഒന്നും ചോദിക്കേണ്ട. നിങ്ങളുടെ ഉള്ളിലെല്ലാം അറിയാം, നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ടാവും വ്യക്തമായിട്ട്. ഓക്കെ, സോ നിങ്ങൾക്ക് അവരുടെ ഒരു ഉത്തരം അല്ലെങ്കിൽ ഒരു പ്രൂഫ് നിങ്ങൾക്ക് ആവശ്യമില്ല, അത് നിങ്ങൾ മനസ്സിലാക്കാം. ഓക്കെ, ഇവിടെ അവർ എന്തെങ്കിലും കവറപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നതായിട്ട് എനിക്ക് കാണുന്നുണ്ട്. ആക്ച്വലി അത് മാത്രമല്ല, നിങ്ങളുടെ അടുത്ത് വന്നാലും അവരുടെ ഫീലിങ്സ് കുറച്ച് ഹൈഡ് ചെയ്യും അവർ. ഓക്കെ, അങ്ങനെയും ഉണ്ടാവും. കാരണം അവർ തുറന്ന് അവരുടെ ഫീലിങ്സ് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വീണ്ടും അറ്റാച്ച്ഡ് ആവുന്നുള്ളൊരു പേടി കൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അസെൻഷൻ ഉണ്ട്, റിസോൾവിങ് ദ പാസ്റ്റ്, ഓവർകമ്മിങ് ഇമോഷണൽ ബ്ലോക്ക്, സ്പിരിച്വൽ റിലേഷൻഷിപ്പ്. ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ തമ്മിലുള്ള കണക്ഷൻ അവർ വീണ്ടും റീബിൽഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ തന്നെ മുന്നോട്ട് സ്മൂത്തായിട്ട് കൊണ്ടുപോകാൻ നിങ്ങൾ തമ്മിലൊരു സ്പിരിച്വൽ കണക്ഷൻ ആണിത്. ഓക്കെ, അതുകൊണ്ടാണ് ഇങ്ങനെ നിങ്ങൾ തമ്മിൽ ആ ഒരു അറ്റാച്ച്മെൻറ്റ് വിട്ടു പോകാത്തത്. ഫാദർ ഫിഗർ കാണും. കുറച്ച് പേർക്കൊരു നിങ്ങളുടെ പേഴ്സൺ ഞാൻ മാരീഡ് ആണെന്നുള്ളത് നേരത്തെ പറയുന്നത്. കുറച്ച് പേർക്ക് അവർ മാരീഡ്, നിങ്ങൾ മാരീഡ്, അങ്ങനത്തെ കാര്യങ്ങൾ കാണുന്നുണ്ട്. ബട്ട് അവരൊരു സ്ട്രെങ്ത് ഗെയിൻ ചെയ്യുന്നതായിട്ടും കാണുന്നുണ്ട്. ഹെൽത്തി ചോയ്സസ്, അതായത്
തീരുമാനമെടുക്കാൻ എന്താണ് ശരിയായത്, അല്ലെങ്കിൽ അവർക്ക് ശരിക്കും അവരുടെ മനസ്സിൽ എന്താണ് വേണ്ടത്. പിന്നെ ഒരു പ്രോപ്പറായിട്ട് നിങ്ങളുടെ അടുത്ത് നിൽക്കുമ്പോൾ നിങ്ങളോട് കമ്മിറ്റഡ് ആയിട്ട്, അല്ലെങ്കിൽ നിങ്ങളോട് ആത്മാർത്ഥതയോടെ സത്യസന്ധതയോടെ നിങ്ങളോട് നിൽക്കാൻ വേണ്ടിയിട്ട് അവർ കുറച്ചുകൂടി കാര്യങ്ങൾ ഇപ്പോൾ തേർഡ് പാർട്ടിയൊക്കെ ഉണ്ടെങ്കിൽ അതിനെ മാറ്റിയിട്ട് നിങ്ങളെ ചൂസ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, സോ യെസ്, അവരിൽ മാറ്റങ്ങൾ വരുന്നുണ്ട്. ട്രാൻസ്ഫോർമേഷൻ്റെ സമയമാണ്, ഞാൻ നേരത്തെ പറഞ്ഞു. സോ മാറ്റങ്ങളുടെ സമയമാണിത്. പക്ഷേ അവർ അതിൻ്റെ ഇടയിൽ അവർ വന്നിട്ട് നിങ്ങളെ ഒരു ടെംപ്റ്റേഷൻ തോന്നിയിട്ട്, അല്ലെങ്കിൽ യെസ് നിങ്ങളോട് സംസാരിക്കണം എന്ന് തോന്നി നിങ്ങളുടെ അടുത്ത് വരുമ്പോൾ നിങ്ങൾ ആ സമയത്ത് എങ്ങനെ ഡീൽ ചെയ്യുന്നു അതിനനുസരിച്ചിരിക്കും ഇതിൻ്റെ മുന്നോട്ടുള്ള നിലനിൽപ്പ്. ഓക്കെ, വീണ്ടും അകന്ന് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ കുറെ കൂടി പ്രാക്ടിക്കൽ ആവാം. അതാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, സോ ഇതാണ് ഇന്നത്തെ മെസ്സേജ് എല്ലാവർക്കും. ഓക്കെ, എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.